നമ്മൾ വയനാട്ടിലേക്കാണ്. കൽപ്പറ്റ മണ്ഡലത്തിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി ടി സിദ്ദിഖ് പ്രചാരണം ആരംഭിച്ചു കഴിഞ്ഞു. കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഔദ്യോഗികമായി തുടങ്ങിയിട്ടില്ല, പക്ഷേ പ്രചാരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. കാളിദാസ് ദേവദത്ത വിവരങ്ങളുമായി ചേരുകയാണ്. കാളിദാസ്, ഏത് നിമിഷം വേണമെങ്കിലും കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാകും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതിനു മുൻപ് തന്നെ പ്രചാരണം ആരംഭിച്ചു കഴിഞ്ഞു കൽപ്പറ്റയിൽ, അല്ലേ? അതുതന്നെയാണ് ജില്ല. കൽപ്പറ്റയിൽ ടി സിദ്ദിഖ് MLA ഇപ്പോൾ UDF സ്ഥാനാർത്ഥി ടി സിദ്ദിഖ് പ്രചരണം ആരംഭിച്ചു കഴിഞ്ഞു. കൽപ്പറ്റ ടൗണിൽ നിന്നും റോഡ് ഷോയായി അങ്ങനെ മുന്നോട്ട് പോവുകയാണ്. വലിയൊരു ജനാവലി തന്നെ തൊട്ടുപുറകിലുണ്ട്. പ്രവർത്തകരൊക്കെ തന്നെ അണിനിരന്ന് നേതാവിന് വേണ്ടി, തങ്ങളുടെ പ്രിയപ്പെട്ട നേതാവിന് വേണ്ടി വലിയ രീതിയിലുള്ള മുദ്രാവാക്യങ്ങൾ ഉയർത്തുകയാണ്. ടി സിദ്ദിഖ് ഇവിടെ തുടരും എന്നുള്ളതും കൂടിയാണ് മനസ്സിലാകുന്നത്. ഇപ്പോൾ ടി സിദ്ദിഖ് 24-നോടൊപ്പം ചേരുന്നു എന്നുള്ളതും കൂടിയാണ്. ഇപ്പോൾ വലിയ രീതിയിലുള്ള ഒരു ജനാവലി, വലിയ രീതിയിലുള്ള ആൾക്കൂട്ടം തന്നെ നമുക്ക് ഈ തൊട്ടുപുറകിൽ തന്നെ കാണാം എന്നുള്ളതും കൂടിയാണ്. MLA ഒരു സമയത്ത് ചുരമിറങ്ങേണ്ടി വരും എന്നുള്ളതൊക്കെയാണ് പറഞ്ഞത്. പക്ഷെ ഇനി ചുരമിറങ്ങാതെ ഇനി അങ്ങോട്ടും ഇവിടെ തന്നെ ഉണ്ടാവുമെന്നാണോ? ചുരത്തിന്റെ താഴെയുള്ളവരൊക്കെ കാണുന്നതിന് വേണ്ടി ചുരം കയറിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളെ കാണാൻ, ആശയങ്ങൾ, സംവാദങ്ങൾ നടത്താൻ, വികസന കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ. യഥാർത്ഥത്തിൽ ഇന്നത്തെ ഈ റോഡ് ഷോ UDF പ്രവർത്തകന്മാരുടെ ആത്മവിശ്വാസം നന്നായി വർദ്ധിപ്പിക്കുന്ന ഒന്നാണ്. മാസ്മരികമായിട്ടുള്ള വിജയം കൽപ്പറ്റയിൽ ഉണ്ടാകും. കഴിഞ്ഞ 5 വർഷം അവരുടെ കൂടെ ജീവിച്ച് തീർക്കുകയായിരുന്നു. അല്ലാതെ ഒരു ജനപ്രതി എന്ന രീതിയിൽ മീറ്റിംഗിൽ അറ്റൻഡ് ചെയ്ത് മുന്നോട്ട് പോവല്ല, ഇവരുടെ കൂടെ ജീവിക്കുകയായിരുന്നു. ഈ കൂവിയതിനൊക്കെ ഒരു മറുപടി ജനങ്ങൾ കൊടുക്കുമെന്നാണോ? ഒക്കെ ജനത്തിന് കൃത്യമായിട്ട് അറിയാം. ആക്ഷേപിക്കുന്ന രാഷ്ട്രീയത്തോട് സ്നേഹത്തിന്റെയും വിലാപത്തിന്റെയും നാടായ ഈ നാട് കൃത്യമായ മറുപടി നൽകും. കാര്യം തർക്കം വേണ്ട. ഇത് സ്നേഹത്തിന്റെ നാടാണ്, ഒരുമയുടെ നാടാണ്. ഒരു കുഴി കുഴിച്ച് അതിൽ 3ഉം 4ഉം ബോഡി ഒന്നിച്ച് അടക്കം ചെയ്ത മണ്ണാണ്. ഈ മണ്ണ് ആക്ഷേപിക്കാനുള്ളതല്ല, അവർക്ക് തെറ്റിപ്പോയിട്ടുണ്ട്. അപ്പോൾ അത് തന്നെയാണ് ടി സിദ്ദിഖ് കൽപ്പറ്റയിൽ തുടരുമെന്ന് തന്നെയല്ലേ? 100% ആത്മവിശ്വാസത്തോട് പറയുന്നു. ജനം മഹാഭൂരിപക്ഷത്തോടു കൂടി UDF-നെ വിജയിപ്പിക്കും. വയനാടൊപ്പം UDF അങ്ങ് ഏറ്റെടുക്കുവോ? സിദ്ദിഖ് MLA അത് തന്നെയാണ് പറയുന്നത്. വയനാട് UDF ഏറ്റെടുക്കുവോ? ഒരു സമയം വയനാട്ടിലെ 3 നിയോജകമണ്ഡലം UDF, 3 നിയോജകമണ്ഡലം UDF-ന്റെ കൂടെ. UDF മുഖ്യമന്ത്രി ഉണ്ടാകും. ആ മുഖ്യമന്ത്രിക്ക് പിന്തുണ കൊടുത്ത് 3 MLA-മാർ വയനാട്ടിൽ നിന്നുണ്ടാവും. യെസ്, അത് തന്നെയാണ്. വയനാട്ടിലെ 3 MLA-മാരും അത് UDF-ൽ നിന്ന് തന്നെയായിരിക്കും. വയനാട്ടിൽ ഒരു UDF മുഖ്യമന്ത്രി ഉണ്ടാകും എന്നുള്ളതും കൂടിയാണ്. കൂവിയതിനൊക്കെ ജനങ്ങൾ മറുപടി പറയും. ആക്ഷേപത്തിന്റെ ഒന്നും രാഷ്ട്രീയമല്ല തങ്ങളുടേത് എന്നുള്ളതും കൂടിയാണ് കൽപ്പറ്റയിലെ UDF സ്ഥാനാർത്ഥി ടി സിദ്ദിഖ് വ്യക്തമാക്കുന്നത്. ആ ജനാവലി തന്നെ അതിന്റെ ഒരു അടയാളമാണെന്നുള്ളതും കൂടിയാണ്. പ്രവർത്തകരുടെ ഒക്കെ തന്നെ ഒരു പിന്തുണ വലിയ രീതിയിൽ ടി സിദ്ദിഖ് MLA-ക്ക് ഉണ്ട് എന്നുള്ളതും കൂടിയാണ് വ്യക്തമാകുന്നത്. ദിൽന, യെസ്, വയനാട് കൽപ്പറ്റയിൽ ചുരം കയറി മണ്ഡലം പിടിക്കാനെത്തിയതായിരുന്നു ടി സിദ്ദിഖ്. 5 വർഷത്തിനിപ്പുറം വീണ്ടും മത്സരരംഗത്തേക്ക് ഇറങ്ങുകയാണ് ടി സിദ്ദിഖ്. ഒരിക്കൽ കൂടി അവിടെ ജയിക്കുമെന്ന് പറയുന്നു. മാത്രമല്ല വയനാട്ടിലെ 3 മണ്ഡലങ്ങളിലും വിജയിക്കുമെന്ന് ഉറപ്പിക്കുകയാണ് ടി സിദ്ദിഖ്. ആ രീതിയിലുള്ള പ്രതികരണങ്ങളാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തുണ്ടാകുന്നത്. കാളിദാസ് ദേവദത്തുമാണ് വിവരങ്ങൾ നൽകിയത്. ഒരിക്കൽ കൂടി കാളിദാസിലേക്ക് പോവുകയാണ്. കാളിദാസ്, വലിയ ആത്മവിശ്വാസത്തോടെയുള്ള പ്രതികരണമാണ് MLA-യുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. ഔദ്യോഗിക പ്രഖ്യാപനത്തിന് മുൻപ് തന്നെ പ്രചാരണം തുടങ്ങുന്നത് കൃത്യമായ ഉറപ്പ് ലഭിച്ചതുകൊണ്ടുകൂടിയാണ്. എത്രത്തോളം വലിയ ജനപങ്കാളിത്തമുണ്ട് ഈ പ്രചാരണ തുടക്കത്തിന്? തീർച്ചയായും എടുത്തു പറയാം. അത്രത്തോളം ആത്മവിശ്വാസം അങ്ങനെ തന്നെയുണ്ട്. കാരണം പ്രഖ്യാപനം അല്പസമയത്തുള്ളിൽ വരും എന്നുള്ളതും കൂടിയുണ്ട്. അതിനു മുമ്പേ തന്നെ ഇവിടെ റാലി അടക്കം തുടങ്ങിക്കഴിഞ്ഞു. ടി സിദ്ദിഖ് MLA തന്നെയാണ് തങ്ങളുടെ UDF സ്ഥാനാർത്ഥി എന്നുള്ളത് പ്രവർത്തകരൊക്കെ തന്നെ ഏറ്റെടുത്തു കഴിഞ്ഞു. ഒരു തരത്തിലുള്ള ഒരു എതിർപ്പ് പോലും ഒരു ഘട്ടത്തിൽ പോലും സിദ്ദിഖ് MLA-ക്കെതിരെ ഉണ്ടായില്ല എന്നുള്ളതാണ് സിദ്ദിഖ് MLA-യുടെ ഒരു വൈഭവം എന്നുള്ള നിലയ്ക്കൊക്കെ തന്നെ പ്രവർത്തകരും അതോടൊപ്പം തന്നെ നേതാക്കളും അടക്കം തന്നെ പറഞ്ഞത്. ഒരു ഘട്ടത്തിൽ പോലും മറ്റു പല പേരുകളിലേക്കും ഇപ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ച പലതരത്തിലുള്ള തർക്കങ്ങൾ പല മണ്ഡലങ്ങളിലൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിലും കൽപ്പറ്റയിൽ അത്തരത്തിലൊരു തർക്കങ്ങളിലേക്കൊന്നും തന്നെ പോയിട്ടില്ല. ഇവിടെ ടി സിദ്ദിഖ് MLA തന്നെയാണ് UDF-ന്റെ സ്ഥാനാർത്ഥി എന്നുള്ളത് കോൺഗ്രസ് പ്രവർത്തകർ ഒട്ടാകെ ഒരുമിച്ചെടുത്ത തീരുമാനം എന്നുള്ള ഒരു നില തന്നെയായിരുന്നു. ആ നിലയുടെ ഒരു ബാക്കി പത്രം എന്ന് തന്നെ വേണമെങ്കിൽ നമുക്ക് ഈ റാലിയെ വിളിക്കാം. അത്രത്തോളം വലിയൊരു ജനക്കൂട്ടം, കൽപ്പറ്റ ടൗണിനെ ഇളക്കി മറിക്കുന്ന ഒരു ജനക്കൂട്ടം, ആ വലിയൊരു റാലി അങ്ങനെ മുന്നോട്ട് പോവുകയാണ്. ജനങ്ങളെയൊക്കെ തന്നെ കൈവീശി തന്റെ വോട്ടർമാരൊക്കെ തന്നെ കൈവീശി ഇനി ചുരമിറങ്ങേണ്ടി വരില്ല
ചുരം ഇറങ്ങേണ്ടി വരുമെന്നും പറഞ്ഞ യെസ്, കൽപ്പറ്റ മണ്ഡലത്തിൽ പ്രചാരണം തുടങ്ങിയിരിക്കുകയാണ്. കോൺഗ്രസ് ടി സിദ്ദിഖ് MLA-യുടെ ആ പ്രചാരണ യാത്രയാണ് നമ്മൾ കണ്ടത്. കാളിദാസ് ദേവദത്തും വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.